BFA പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി ഇതിന് വല്ല ജോലിയൊക്കെ കിട്ടുമോ? അതോ 4 വർഷം വെറുതെ കളയണോ കോഴ്സ് എടുത്ത്? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ റോസ്ബെറി സെബാസ്റ്റ്യൻ. ഇപ്പം ഞാൻ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് തേർഡ് ഇയർ പെയിന്റിംഗ് സ്റ്റുഡന്റ് ആണ്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, എന്തിനാ മോളെ ആർട്സിന്റെ പുറകെ ഇങ്ങനെ പോകുന്നത്? വല്ല മെഡിക്കലൊക്കെ എടുത്ത് പഠിച്ചൂടെ? അതാണെങ്കിൽ പെട്ടെന്ന് ജോബൊക്കെ കിട്ടിയെന്ന് സെറ്റിൽ ആവത്തില്ലേ? BFA പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി ഇതിന് വല്ല ജോലിയൊക്കെ കിട്ടുമോ? അതോ 4 വർഷം വെറുതെ കളയണോ കോഴ്സ് എടുത്ത്? ഞാൻ പറയുന്ന കുറച്ച് പേരൊക്കെ നിങ്ങളുടെ ചുറ്റിലും കാണൂലേ? പല മക്കൾ എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, BFA പഠിച്ചിട്ട് വല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ ചേച്ചി? വീട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഇന്ന് പറയുന്ന ഈ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കട്ടോ. BFA എടുത്തു കഴിഞ്ഞാൽ വരയ്ക്കാൻ പഠിപ്പിക്കുക എന്നത് മാത്രമല്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സംഭവം നമ്മുടെ രീതിക്ക് നമ്മൾ എങ്ങനെ ഈ വേൾഡിനെ നോക്കി കാണുന്നു എന്നൊക്കെയാണ് BFA എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രയോജനം എന്ന് പറയുന്നത്. ഏത് കോഴ്സ് എടുത്ത് പഠിച്ചാലും അതിന്റെ ബാക്കില് അതിന്റെ കഷ്ടപ്പാടും അതിന് കൊടുക്കുന്ന ഒരു എഫേർട്ടൊന്നും ഇല്ലെങ്കിൽ ഈ പറയുന്ന കോഴ്സുകൾക്കൊന്നും ഒരു റിസൾട്ടും കാണില്ല. മെഡിക്കൽ ഫീൽഡിൽ നേഴ്സിംഗ് എന്ന് പറയുന്നത് നല്ല കഷ്ടപ്പാടുള്ള ജോലിയാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കസിൻസ് ഒക്കെ നേഴ്സിംഗ് പഠിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ഈ BFA എടുത്തില്ലായിരുന്നെങ്കിൽ, ഞാൻ ഇതുപോലെ നേഴ്സിങ്ങിനൊക്കെ പോയായിരുന്നെങ്കിൽ ഞാൻ എന്നും ഈ BFA എടുത്താൽ മതിയായിരുന്നു, എനിക്ക് BFA ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ അതൊന്നും ട്രൈ ചെയ്തില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഇങ്ങനെ 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 റിഗ്രറ്റ് അടിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഞാൻ ഓർത്തിട്ടുണ്ട്, BFA എടുത്തിട്ട് ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്നെ ചെയ്യും. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. ഏതൊരു കോഴ്സ് എടുത്ത് പഠിച്ചാലും അതിന്റെ ബാക്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ എഫോർട്ടും അതിൻ്റെതായ ഒരു ഹാർഡ് വർക്കിങ്ങും റിസൾട്ട് കിട്ടണമെങ്കിൽ കുറച്ചധികം പാടാണ്. അതുപോലെ തന്നെയാണ് BFAക്ക്. മനസ്സിലായോ? ഇനി BFAക്ക് എങ്ങനെ ഇത്രയും പാട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കും ആർട്സ് കോളേജ് വന്നു കഴിഞ്ഞാൽ നല്ല ഈസി ആയിരിക്കില്ലേ? അങ്ങനെയല്ല കേട്ടോ. ഞാനിപ്പോൾ +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് കയറിയതാണ്. BFA എൻട്രൻസ് എഴുതിയിട്ട് കിട്ടിയിട്ട് കയറിയതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇപ്പോഴും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പോഴും ആ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല ഗൈസ്. പക്ഷെ ഞാനിത് BFA പഠിച്ചിറങ്ങുമ്പോൾ ഇത് ഇന്ന വർക്കുകൾ ഞാൻ ചെയ്യും, എങ്ങനെയാണ് എൻ്റെ സ്റ്റൈല് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നൊരു സാധനം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് ട്രൈ ചെയ്യും. മനസ്സിലായോ? ഇപ്പൊ BFA എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എടുത്ത് പഠിക്കുന്നതിനോ അത് BFA ട്രൈ ചെയ്യുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ എൻട്രൻസ് ട്രൈ ചെയ്യുന്ന പോലെ തന്നെ BFA 4 വർഷവും നിങ്ങൾ കണ്ടിന്യൂസ്ലി ഹാർഡ് വർക്കും കോൺസെൻട്രേഷനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല, അത് ഞാൻ ഉറപ്പ് പറയാം. കാര്യം അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ലോ വരാം, മടുപ്പ് വരാം, എന്താ ചെയ്യാന്നൊരു തോന്നൽ വരാം. മറ്റുള്ളവരുടെ വർക്ക് കാണുമ്പോൾ നമുക്കായിട്ടൊരു പേടി ഉണ്ടാവും, അയ്യോ ഇനി നമ്മൾ ചെയ്യുന്നൊന്നും ശരിയായില്ലേ എന്നൊരു തോന്നൽ വരാം. ഇതെല്ലാം സഹജമാണ്, എല്ലാവർക്കും വരുന്ന കാര്യമാണ്. ഓക്കെ, ജീവിക്കണമെങ്കിൽ പൈസ ഒക്കെ വേണം, ശരിയാണ്. പക്ഷേ അത് നമുക്ക് ഏത് കോഴ്സ് എടുത്താലും എന്ത് പഠിച്ചാലും അതിൻ്റെതായ എഫോർട്ട് ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നടക്കൂടോ. ഇത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങളോട് പറയാനുള്ള ഇത്രേ ഉള്ളൂ. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ലെന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയാം, ഉണ്ട്. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പം ഫസ്റ്റ് ടൈം ഈ പറയുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണിത്. ഇപ്പം കൂടുതലും വരേനേക്കാളും അല്ലെങ്കിൽ എന്താണ് അതായത് മെഡിക്കൽ ഫീൽഡിലായിക്കോട്ടെ സയൻസ് ഫീൽഡിലായിക്കോട്ടെ കൂടുതലും നല്ല നല്ല ജോബുകൾ കിട്ടുന്ന കുറേയധികം കോഴ്സുകൾ ഇപ്പോൾ നിലവിലുണ്ട്. എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ടിന് മുമ്പ് ഞാൻ വരെ ആലോചിച്ചിട്ടുണ്ട് വേറൊരു കോഴ്സും കൂടെ അപ്ലൈ ചെയ്തിടായിരുന്നു. എൻട്രൻസ് കിട്ടിയില്ലെങ്കിൽ വീണ്ടും നമ്മൾ ട്രൈ ചെയ്യും, അത്രേ ഉള്ളൂ. കാര്യം എനിക്ക് അത്രയ്ക്കും വലിയ താല്പര്യമായിരുന്നു BFA എടുക്കണം എന്നത്. നിങ്ങളുടെ പേരൻസിനോട് പറയുക, BFA അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പറയുക, ഞാൻ BFA എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുക, എന്തെങ്കിലും ജോബ് മേടിക്കുക അച്ഛാ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ നോക്കുക അച്ഛാ, അല്ലെ അമ്മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. BFA എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ മാത്രം എടുക്കുക. വേറെ ഒരു പോർട്രേറ്റ് പഠിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ പഠിക്കാനൊക്കെ ആയിട്ട് 4 വർഷത്തെ കോഴ്സ് നിങ്ങൾ കളയണമെന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ പുതിയ കോഴ്സുകളൊക്കെ ഉണ്ട്, ഡിസൈനിങ്ങിന് ഒക്കെ പുതിയ കോഴ്സുകൾ ഇഷ്ടം മാതിരി ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്യാം. പക്ഷെ ചിലവർക്കുണ്ടല്ലോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഭയങ്കരമായിട്ടും കൂടുതലായിരിക്കും, ഒബ്സർവേഷൻ സ്കില്ല്. അതായത് നമുക്ക് ഇപ്പം പുറത്തിങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചിത്രത്തിലൂടെ പറഞ്ഞറിയിക്കുന്നവരുണ്ട്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു ആർട്ടിസ്റ്റിനെ പറയുകയാണെങ്കിൽ സൽവദോർ ഡാലി. അദ്ദേഹം ഒരു സെറിലിസം ആർട്ടിസ്റ്റാണ്. സെറിലിസം എന്ന് പറയുന്നത് നമ്മളെ ഡ്രീം കാണുന്ന കാര്യങ്ങൾ, അതായത് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. BFAയുടെ കൂടെ തന്നെ വേറെ കുറെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ഒരു ജോലിയൊക്കെ കിട്ടുക. അതൊക്കെ നിങ്ങൾ റിസർച്ച് ചെയ്യുക, എന്ത് ചെയ്യണം. പിന്നെ BFA എടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, പെയിന്റിങ് വേണോ, സ്കൾപ്ചർ വേണോ, അപ്ലൈഡ് ആർട്സ് വേണോ എന്നൊക്കെ. അതിലേക്കൊക്കെ മാറി ചിന്തിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ റിസർച്ച് ചെയ്യാൻ തുടങ്ങും, ഇനി എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്നൊക്കെ. കുറേ പേര് ട്രൈ ചെയ്തിട്ട് ലാസ്റ്റ് ട്രൈ ചെയ്യാത്തവരും ഉണ്ട്.
എൻ്റെ കൂടെ എൻട്രൻസ് എഴുതിയ 2-3 പേരെ എനിക്കറിയാം. അന്ന് പരിചയപ്പെട്ടാണ്. അവരൊക്കെ 3-4 തവണയായി അവർ ട്രൈ ചെയ്യുന്നു. ഒക്കെ ട്രൈ ചെയ്യുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആണെങ്കിൽ എൻട്രൻസ് എഴുതി കിട്ടുവാണെങ്കിൽ അതൊക്കെ വലിയൊരു ഭാഗ്യം തന്നെയാണോ. അതായത് ഇത്രയും ട്രൈ ചെയ്തിട്ടും കിട്ടാത്തവരിൽ നിങ്ങൾക്ക് എൻട്രൻസ് എഴുതി, നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട എൻട്രൻസ് എഴുതി കിട്ടി, ഒരു കോളേജിൽ വന്നു, കോളേജിലെത്തി, അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ ആ കോളേജിലെ എങ്ങനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നു, ഒരു കോളേജിലെത്തി, കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു എന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഓരോരോ സംഭവങ്ങളാണ്. നിങ്ങൾ ഈ കോഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ നല്ല സന്തോഷമേ ഉള്ളൂ. കാര്യം എനിക്കിങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊരു ഒറ്റ കാര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. കുറേ പേർക്കുള്ള ഡൗട്ടുകളാണ് ഇതൊക്കെ. ആർട്സ് കോളേജ് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ നോക്കുക, ഉഴപ്പില്ല, അത്രയൊക്കെ ഉള്ളൂ. ഹാർഡ് വർക്ക് ചെയ്യുക, എന്തായാലും റിസൾട്ട് ഉണ്ടാവും. ജോബ് കിട്ടാതെ ഇരിക്കില്ല എന്ന് തന്നെ ഞാൻ പറയും. നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു ഉള്ളിലൊരു സ്പിരിറ്റോടെ നിങ്ങൾ അഡ്മിഷന് വേണ്ടി നോക്ക്, എൻട്രൻസ് എക്സാം എഴുതാൻ നോക്ക്. അത് ഒരാൾ വന്ന് ചോദിക്കുക, ഇപ്പം ഇത് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാര്യം ഉണ്ടായിട്ടാലോ കോഴ്സ് എടുക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ, തീർന്നു. വേറെ നമ്മൾ ഒത്തിരി കടന്ന് ചിന്തിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ട്, ഒരു ആർട്ടിസ്റ്റ് ആവണം, അല്ലെങ്കിൽ ഒന്ന് BFA എടുത്ത് പഠിച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോവാ. ഒരിക്കലും എന്തായാലും അത് നടക്കും, നടക്കാതിരിക്കില്ല. അപ്പൊ ഇത്രയൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചോളൂ. കാര്യം നിങ്ങൾക്ക് BFA എന്നതൊന്ന് ക്ലിയർ ആക്കി തരണം എന്ന് ഓർത്തു. അതുകൊണ്ടാണ് ഞാൻ BFA ചൂസ് ചെയ്തത്. BFA ആർട്സ് കോളേജ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞത് ഈ കോഴ്സിനെ പറ്റി, അതായത് നമ്മൾ എങ്ങനെ എന്ത് ചെയ്താലാ ഈ കോഴ്സിലെ വിജയം കാണുക എന്നൊക്കെ, ഇതൊക്കെ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. ഞാൻ 2026 ഞാനിപ്പോൾ പഠിക്കുകയാണ്. ഇനി മുന്നോട്ട് എങ്ങനെയാവോ എന്താവോ എന്ന് ഞാനൊരു ഗോൾ വെച്ചിട്ടുണ്ട്. അതുപോലെ നടന്നു കഴിഞ്ഞാൽ ഓക്കെ, നടക്കോ നടക്കില്ലയോ എന്നതും എൻ്റെ കയ്യിലാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കണം എന്നില്ലല്ലോ. BFA ഞാൻ വിചാരിച്ച കാര്യം തന്നെയാണ്, അതെനിക്ക് കിട്ടുകയും ചെയ്തു. പക്ഷെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇപ്പൊ ഇതുപോലെ യൂട്യൂബ് ചാനൽ വിചാരിച്ച കാര്യമാണ്. അതിൽ കുറേ കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു വീഡിയോ കണ്ടിട്ട് എന്നോട് വന്നൊരു കുട്ടികൾ ചോദിക്കുകയാണ്, BFA കുറിച്ച് ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽസ് ആയി പറഞ്ഞു തരുമോ ചേച്ചി. ഈ ഒരു മെസ്സേജ് കാണുമ്പോൾ സന്തോഷമുണ്ടല്ലോ. വേറെ കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് അതിനിപ്പോൾ ജോലി കിട്ടിയായിരുന്നെങ്കിലും ഞാൻ ഭാവിയിൽ ഞാൻ റിജക്ട് ചെയ്തേനെ. BFA എടുക്കായിരുന്നു, BFA ഒന്ന് എഴുതി നോക്കായിരുന്നു. നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളുടെ പേരൻസിനോട് സമ്മതത്തോടു കൂടി തന്നെ നിങ്ങൾ എല്ലാം ചെയ്യുക. നിങ്ങളുടെ മനസ്സിലൊരു തീരുമാനം എടുക്കുക, ഞാൻ BFA എടുത്ത് പഠിച്ച ഉറപ്പായിട്ടും ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തും, എന്തെങ്കിലുമൊക്കെ ചെയ്യും, നല്ല രീതിക്ക് മുന്നേറും, ഒരിക്കലും റിഗ്രറ്റ് അടിക്കത്തില്ല എന്നൊരു തീരുമാനം എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ചോദിച്ചവർക്ക് വേണ്ടി ജോബ് എന്തൊക്കെ കിട്ടും എന്നത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് അറിയിക്കുക. അതുപോലെ തന്നെ ഇത് പഠിച്ചിട്ട് ജോലി കിട്ടില്ല എന്ന് പറയുന്നവരും ഉണ്ടാവും, ജോലി കിട്ടുമെന്ന് പറയുന്നവരും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ഒരു ഇതാണ്, നിങ്ങൾ പഠിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റും താരെ അറിയിക്കുക. ഇനി നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്ത് വേണേലും അറിയിച്ചോളൂ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉള്ളവര് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ പരമാവധി എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണുന്നവരൊക്കെ കമന്റ് ചെയ്തിട്ട് പോവാ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.